നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റുക്കു, ജനനിക്ക് നല്ലൊരു സൂപ്പർ ഫിൽറ്റർ കോഫി എടുത്തു കൊടുക്കുക. ആവാല്ലേ? റുക്കു, വേഗം എടുത്തോളൂ. ജനനി ഉക്കാറുങ്ക. ദാക്ഷായണി, ദാക്ഷായണി, ഓ നീ എന്തെടുക്ക ഇവിടെ? അത് ഞാൻ എന്താക്ക? വേഗം ഒരു കോഫി എടുക്ക്, ഗസ്റ്റ് ഉണ്ട്. ചില കേസുകൾ വാദിക്കാനല്ല, എല്ലാ കേസുകളും വാദിച്ച് ജനനി ചെട്ടിയാർ ഗ്രൂപ്പിന് ലീഗൽ അഡ്വൈസറായിട്ട് ഇരിക്കണമെന്നാ എന്റെ ആഗ്രഹം. എനിക്കത് ആഗ്രഹം ഇല്ലെന്നിട്ടല്ല സർ, പക്ഷേ അതിലൊരു വല്ലാത്ത കോൺട്രവേഴ്സി ഇല്ലേ? മാണിക്യമംഗലത്തെ സ്വത്ത് കേസ് ഞാൻ അറ്റൻഡ് ചെയ്യുകയും അതേസമയം തന്നെ ചെട്ടിയാർ ഗ്രൂപ്പിന്റെ ലീഗൽ അഡ്വൈസറായി ഇരിക്കുകയും ചെയ്യുമ്പോൾ കോടതി തന്നെ എന്തു പറയും? എനിക്കെങ്ങനെ ജെന്യുവനായിട്ട് രണ്ടു കൂട്ടരോടും നീതി കാണിക്കാൻ പറ്റും? വല്ലാതെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണത്. അതിന് പരിഹാരം കണ്ടുപിടിച്ചാ അതിനോളം വലിയൊരു പരിഹാരം വേറെ ഉണ്ടാവില്ല. പരിഹാരമുണ്ട് സർ. മാണിക്യമംഗലത്തെ സ്വത്ത് കേസിൽ നിന്നും ആതിര അല്ല അലമേലു പൂർണ്ണമായും പിന്മാറണം. സമ്മതം. എനിക്ക് പൂർണ്ണ സമ്മതമാ. വാക്ക് പറഞ്ഞ അത് വാക്കായിരിക്കണം. പരസ്പരമുള്ള കരാറിൽ നമ്മൾ എന്നും വിശ്വസ്തത പാലിക്കണം. അക്കാര്യത്തില് സാറിന് എന്നെ 100% വിശ്വസിക്കാം. മാണിക്യമംഗലത്തെ മകളായിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. ഇതിപ്പോ മരുമകളായതുകൊണ്ട് വിശ്വസിക്കാം. താങ്ക് യു സർ. അങ്ങനെ ഒരു വിശ്വാസം എനിക്കില്ലെങ്കിലോ? ആരോട് ചോദിച്ചിട്ടാ അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? മോളെ, നീ ഇരിക്കുക, നമുക്ക് സംസാരിക്കാം. ഈ വിഷയത്തിൽ എനിക്കൊന്നും സംസാരിക്കാനില്ല. മോളെ, അച്ഛൻ ക്ഷണിച്ചിട്ടാ വക്കീല് വന്നത്. അതിഥികളെ അപമാനിക്കാൻ പാടില്ല. ഇതിപ്പോ അപമാനത്തിന്റെ അഭിമാനത്തിന്റെ കാര്യമൊന്നുമില്ല. എന്റെ സ്ഥാപനത്തിൽ ആര് പണിക്ക് നിർത്തണോന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? എന്താ, ചെട്ടിയാർ വീട്ടിലെ പെണ്ണിന് അതിനുള്ള അധികാരം ഇല്ലേ? എല്ലാ അധികാരവും നിനക്കുണ്ട്. പക്ഷേ നിന്റെ തീരുമാനം ഉചിതമായിരിക്കണമെന്ന് മാത്രം. എന്റെ ഈ തീരുമാനത്തിന് എന്താ അച്ഛൻ ഒരു കുഴപ്പം? കുഴപ്പമുണ്ട്. മാണിക്യമംഗലത്തെ മരുമകളായതുകൊണ്ടോ വിശ്വനാഥനെ തോൽപ്പിക്കാൻ എളുപ്പവഴി തേടിയല്ല ഞാൻ ജനനി സേതുമാധവനെ നമ്മുടെ ലീഗൽ അഡ്വൈസറായിട്ട് നിയമിച്ചത്.
അതിനുള്ള എല്ലാ യോഗ്യതയും ജനനിക്ക് ഉണ്ടെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. എന്ത് യോഗ്യത കാര്യം അച്ഛൻ ഈ പറയുന്നേ? ഒരു ചക്ക വീണ് മുയില് ചത്ത കഥയോ? കാശ് കൊടുത്ത ഇതിലും നല്ല വക്കീലന്മാരെ ആയിരക്കണക്കിന് കിട്ടും. അക്കാര്യം അച്ഛനെ എനിക്ക് വിട്ടേക്കും. അഡ്വക്കേറ്റ് ജഗന്നാഥ മിശ്രയും അദ്ദേഹത്തിന്റെ ശിഷ്യൻ അഡ്വക്കേറ്റ് രാജഗോപാലും മോശക്കാരായതുകൊണ്ടല്ല നമ്മുടെ കേസ് അവധിക്ക് വെച്ചത്. കോടതിയിൽ അപ്പോഴത്തെ സാഹചര്യം അതായിപ്പോയി. ഒരു കേസ് നടത്തുമ്പം അതൊക്കെ സ്വാഭാവികമല്ലേ? അതിന്റെ പേര് വക്കാലത്ത് മാറ്റുക എന്നൊക്കെ പറഞ്ഞ അത് ലോകത്ത് എവിടെയെങ്കിലും കേട്ടുകേൾവി ഉള്ളതാണോ അച്ഛാ? അടുത്ത സിറ്റിംഗിൽ ഇതിലും സ്ട്രോങ് ആയ 100 തെളിവുകളുമായി നമ്മുടെ വക്കീൽ കോടതിയിലെത്തും. ഈ കേസ് പുഷ്പം പോലെ തള്ളിപ്പോവുകയും ചെയ്യും. എന്നാ പിന്നെ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ കേസ് ജയിക്കാൻ ഏതായാലും നിങ്ങളെ ഞങ്ങളുടെ ലീഗൽ അഡ്വൈസറാക്കി ഒരു കോംപ്രമൈസ് ഉണ്ടാക്കി സ്വയം പരാജയപ്പെടേണ്ട ഗതികേടൊന്നും ചെട്ടിയാർ ഗ്രൂപ്പിന് തൽക്കാലം ഇല്ല. ഏതായാലും ഒരു കളക്ടറോളം പവർഫുൾ അല്ലല്ലോ ഒരിക്കലും ഒരു അഡ്വക്കേറ്റ്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് അച്ഛൻ കേൾക്കണം. ഇക്കാര്യത്തെ യാതൊരു കോംപ്രമൈസിനും ഞാനില്ല. കാരണം ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പ്രതിഭാഗത്തിന് വേണ്ടി ആദ്യ സിറ്റിംഗിൽ ഹാജരായ വക്കീൽ കൂറുമാറി അടുത്ത സിറ്റിംഗിൽ വാദിഭാഗത്തിന് വേണ്ടി എത്തുമ്പോ കോടതിയുടെ മുന്നിൽ ഈ കേസിന്റെ ജെന്യുവിനിറ്റി ചോദ്യം ചെയ്യപ്പെടും. ഇവർക്ക് വേണ്ടതും അത് തന്നെയാ, വിശ്വാസ്യത നശിപ്പിക്കുക. അങ്ങനെ എന്തെങ്കിലും ഉടായ്പ കാണിക്കാതെ ഈ കേസ് ഒരിക്കലും ജയിക്കാൻ കഴിയില്ലെന്ന് ഇവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. നമ്മളെ സഹായിക്കാനല്ല അച്ഛന്റെ ഓഫർ ഇവര് സ്വീകരിച്ചത്. വളരെ തന്ത്രപരമായി കൈ നനയാതെ മീൻ പിടിക്കാനാ, കൂടെ നിന്ന് ചിരിച്ചുകൊണ്ട് ചതിക്കാനാ. അതെ, ചതിക്കാൻ തന്നെ തീരുമാനം. പക്ഷേ ചതി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നീ ഇപ്പൊ പറഞ്ഞില്ലേ കുറെ പോയിന്റ്സ്. നിന്റെ അറിവും ബോധവും ഒക്കെ കൃത്യം. കുരുട്ടുബുദ്ധി നിനക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇതുവരെ ഞാൻ മനസ്സിൽ ഓർക്കാത്തത് പോലും നീ അക്കമിട്ട് എണ്ണി പറഞ്ഞത്. പക്ഷെ അതിൽ പലതും മറുപടി അർഹിക്കുന്നതല്ല.